കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ മാധവ, നിന്റെ ചേച്ചിയെ കാണുന്നില്ലല്ലോ? ഇതൊരു വല്ലാത്ത ഒരുക്കലാണല്ലോ. തട്ടിട്ട് വേഷം കെട്ടിയവരെ സമ്മതിപ്പിക്കണ്ട കളിയാ. അതിന് കുറച്ച് സമയം വേണം. സമ്മതിപ്പിക്കുന്നതിന് അത് എന്റെ ചേച്ചിക്ക് എല്ലാ സംശയമാ. സംശയം തീരതൊന്നും ചെയ്യില്ല. അപ്പൊ സംശയം ഉണ്ടാവാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് സമയം എടുക്കേ. ഓ എന്നാ അളിയൻ ചെല്ല്, പൂജ തുടങ്ങാറായില്ലേ? ഞാൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാം. ശരി, ബൈ. ചേച്ചി, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവോ? വൈദേഹി ചേച്ചി തന്നെ പൂജക്ക് ഇരിക്കുമെന്ന് ഉറപ്പാണല്ലോ. ഒരു സംശയവും വേണ്ട മാധവ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ ചേച്ചിയെ പോയിട്ട് വിളിച്ചോണ്ട് വാ. ഓക്കെ, ചെല്ല്. ശ്രേയ ചേച്ചി, ഇതെന്താ ഒറ്റയ്ക്ക്? വൈദേഹി ചേച്ചി എവിടെ? എന്താ ചേച്ചി മിണ്ടാത്തെ? എന്റെ വൈദേഹി ചേച്ചി എവിടെ? ഓഹോ, ബാത്റൂമിൽ പോയിരിക്കാണോ? വൈദേഹി ചേച്ചി, ദേ പൂജക്കാടെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്രേയ ചേച്ചിയെ വിളിച്ചോണ്ട് പോവാ. ചേച്ചി പെട്ടെന്ന് വന്നേക്കണേ. വൈദേഹി ചേച്ചിക്ക് എന്താ പറ്റിയേ? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. എന്നാ ശരി, നമുക്ക് പോവാം. വാ വാ ചേച്ചി. വാവ്, ഈ വേഷത്തില് നല്ല ഭംഗിയുണ്ടല്ലോ. വൈദേഹി, അത് മാറ്റണ്ട. മാറ്റി ആരെങ്കിലും ഒക്കെ കാണും. അവിടെ കുറെ പേര് നിപ്പുണ്ട്. ഇങ്ങോട്ട് അവരുടെ നോട്ടം. വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട. തട്ടോട്ട് വേഷം കെട്ടി നിൽക്കുന്നത് നീയാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും ചിന്തിക്കുന്നല്ലേ? ശ്രേയ പറഞ്ഞതുകൊണ്ടാണ് നിനക്കെങ്ങനെ വേഷം കെട്ടേണ്ടി വന്നെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നുമല്ല കാര്യം. നിന്നെ ഈ വേഷത്തിൽ ഇറക്കി വിടാൻ ശ്രേയെ കൊണ്ട് തോന്നിപ്പിച്ചതേ ഞങ്ങള് തന്നെ. വിവരം ഇല്ലാണ്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് വെച്ചാ പറയണേ. ഒന്നുമില്ലെങ്കിലും ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റൂലോ. ചേച്ചി, ഇത് വർക്കൗട്ട് ആവോ ചേച്ചി? ഞാൻ ആരാന്നാ കരുതിയേ? ചന്ദ്രിക. വിശ്വസിക്കൂ, വിജയം നേടൂ. ഭാര്യയും ഭർത്താവും അല്ലാത്തൊരു ഒരുമിച്ചിരുന്ന് ഈ പൂജ ചെയ്താൽ എന്തോ പ്രശ്നമാണെന്നും ജീവൻ പോലും പോകുന്നും തിരുമിനെ കൊണ്ട് പറയിച്ചത് ആ പാവം കേട്ടിരിക്കണമല്ലോ. ആ പേടി നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിച്ചു. എന്തൊരു അബദ്ധമായി കാണിച്ചേ. ഒരു തവണ ശ്രേയയ്ക്ക് പകരം ഈ വേഷം കിട്ടിയതിന്റെ പേരില ഇവിടെ ഇത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ആർക്കറിയാം. ചേച്ചി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണല്ലേ. അതിൽ ഇപ്പോഴും നിനക്ക് സംശയമുണ്ടോ? ഭാര്യയുടെ സ്ഥാനത്ത് നീയുള്ളപ്പോ പൂജയ്ക്ക് ശ്രേയ ഇരുന്ന പിന്നെ എങ്ങനെ ശരിയാവുന്നു? നിന്റെ ഭർത്താവിന്റെ ഒപ്പം ഭാര്യയുടെ സ്ഥാനത്ത് ഈ പൂജ നീ ചെയ്യാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ ഇങ്ങനൊരു നാടകം കളിച്ചത്. അപ്പൊ എന്റെ സത്യത്തിന് ഒരു വിലയില്ല അല്ലേ? ഇത് വലിയ ചതിയായി പോയി. സത്യാരോടും പറയരുതെന്നല്ലേ സത്യം ചെയ്തത്. പുറത്തു പറയാതെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഭാര്യയും ഭർത്താവും അല്ലാത്തൊരു ഈ പൂജയ്ക്ക് ഇരിക്കാൻ പാടില്ല എന്നുള്ളത് സത്യം തന്നെയാ. അത് പിന്നെ വേറെ അനിഷ്ടങ്ങളും ഉണ്ടാക്കും. ഇത് കാരണം ശ്രേയക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിനക്കത് സഹിക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയെങ്കിലും ശ്രേയക്ക് പകരം നീ തന്നെ ഈ പൂജയ്ക്ക് ഇരിക്കണം വൈദേഹി. അല്ല, എന്താ ഇവിടെ ചർച്ച? ഇങ്ങനെ സംസാരിച്ചോണ്ടെന്നാ ശരിയാവോ? രാജഗുരു എത്തിയിട്ടുണ്ട്. പൂജ തുടങ്ങട്ടെ നമുക്ക്. വേഗം വാ ശ്രേയമോളെ, പോന്നോളൂ. വാ ശ്രേയ, വേഗം വാ.
മാധവ വന്നേ. ചേച്ചിമ്മ. ഞാൻ വന്നോളാം, നീ ചെല്ല്. നമസ്കാരം ഗുരുക്കളെ. സ്വാമി. സുഖീ ഭവ, സുഖീ ഭവ. നമസ്കാരം സ്വാമികളെ. ശതമാനം ഭവതി. സുഖീ ഭവ. അകത്തേക്ക് വരൂ സ്വാമി. വരൂ വരൂ. സ്വാമികളെ. ദേവാ, ശ്രേയെ രാജഗുരുക്കൾക്ക് പാദപൂജ ചെയ്തോളൂ. മോളെ ശ്രേയെ കയ്യിൽ വെള്ളം എടുത്തു. അകത്തേക്ക് വരൂ ഗുരുക്കളെ.
മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്രനിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതു दासीभूत समस्त देवनितां लोकैक दीपांकुरां श्रीमन्मन्दकटाक्षलब्ध विभवत् ब्रह्मेन्द्र गंगाधरां ഇപ്പൊ വരൻ വധുവിന്റെ വലത് കയ്യിൽ കങ്കണം കെട്ടി കൊടുക്കണം. അതുപോലെ വധു വരന്റെ ഇടത് കയ്യിലും കങ്കണം കെട്ടി കൊടുത്തോളുക. പ്രണയിച്ചതു വിചാരിച്ചത്. പക്ഷെ സമയമായപ്പോ ശ്രേയെ പുറത്തു പോവുകയും താലി എന്റെ കഴുത്തിൽ കെട്ടേണ്ടി വരികയും ചെയ്തു. സാഹചര്യങ്ങൾ വീണ്ടും ദേവേട്ടനെ എന്നിൽ നിന്നും അകറ്റിയിട്ടും വിധി വീണ്ടും എന്നെ ദേവേട്ടനൊപ്പം പൂജയ്ക്കെടുത്തിരിക്കുന്നു. ഇത് ഭാഗ്യമാണോ അതോ നിർഭാഗ്യമാണോ? നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുകയാണോ അതോ തിരികെ കിട്ടിയത് വീണ്ടും നഷ്ടമാവുകയാണോ? അതെന്ത് തന്നെയായാലും ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. തട്ടൊട്ടിരിക്കുന്നത് ഞാനാണെന്ന് ഒരാള് പോലും ഇവിടെ അറിയരുത്. ഓർമ്മളെ ഒന്ന് ശരിക്കും നോക്കി, അവിടെ തട്ടോട്ടിരിക്കുന്നത് ശ്രേയ തന്നെയാണോ? അത് ഞാൻ അപ്പൊ തന്നെ നിന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കാണിച്ചതാണല്ലോ. അതിനുള്ളിൽ എങ്ങനെ മാറാനാ? അത് ശ്രേയ തന്നെയാ. നിന്റെ ഈ കുഴുത്തുരുമ്പ് ചിന്തകളൊക്കെ കൊള്ളാം, പക്ഷെ അതൊന്നും പ്രയോജനപ്പെടുന്നില്ലല്ലോ. ഓർമ്മളെ ഞാൻ ഉദ്ദേശിച്ചത് നീ ഇനി ഒരക്ഷരം മിണ്ടി പോരുത്. വെറുതെ എന്റെ വായിരിക്കുന്ന കേക്കണ്ട. പൊയ്ക്കോടുന്ന്.
നീയൊന്നും മിണ്ടാതിരിക്കും വരണേ. പോയി വല്ല പണിയും നോക്ക്. എന്റെ സംശയമൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പതുക്കെ പതുക്കെ മനസ്സിലായിക്കോളും. വാ ഇവിടെ ഇരിക്കേ. ആ തിരുമേനി പറഞ്ഞത് കേൾക്കാൻ പറ്റിയതുകൊണ്ടും അതേസമയം കൃത്യസമയത്ത് വൈദേഹിച്ച് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. അല്ലായിരുന്നെങ്കിൽ എന്റെ ഈശ്വര എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നേനെ. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ തലേ തട്ടയിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ഞാനാണോ വൈദേഹിയാണോ എന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല. ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി ഇതുപോലത്തെ വല്ല പൂജയും വ്രതവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ പെട്ടുപോവില്ലേ? സമയത്ത് എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. എന്തായാലും ഇന്നത്തെ കഷ്ടകാലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഓർമ്മളെ, വരുൺ പറഞ്ഞതിൽ എനിക്ക് എന്തോ സത്യമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ തട്ടോട്ടുകൊണ്ടിരിക്കുന്നത് ശ്രേയല്ല എന്നൊരു തോന്നൽ. ഈശ്വര, അവർക്ക് സംശയം തോന്നിയല്ലോ. ഇനിയിപ്പോ പെട്ടെന്നെങ്ങാനും വന്ന് ഈ തട്ടെടുത്ത് മാറ്റുവോ? രാമാ, ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ശരിക്കൊന്ന് നോക്കൂ ഓർമ്മളെ. വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയമല്ലേ ആയുള്ളൂ. അതിലും വലിയ തെളിവിന് എന്താ വേണ്ടത്? അത് ശ്രേയ തന്നെയാണ്. വീണ്ടും വീണ്ടും നോക്കിയതുകൊണ്ട് ആള് മാറില്ല. ഈ തട്ടത്തിന് പിന്നാലെ നടന്നിട്ട് ഒരു പ്രയോജനമില്ല. ചെറിയ മുകളിൽ ഇവളുടെ ചേച്ചി വൈദേഹി ഇരിപ്പുണ്ടല്ലോ, അവളെ ഒന്ന് ചൊറിഞ്ഞു നോക്കാം. എന്തെങ്കിലും ഒന്ന് പുറത്ത് വീഴാതിരിക്കില്ല. ഇവരിപ്പോ മുകളിൽ ചെന്ന് നോക്കിയാ അവിടെയുള്ളത് ശ്രേയാണെന്ന് മനസ്സിലാവുമല്ലോ. ഒരു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയപ്പോ അടുത്ത പരീക്ഷണം മുന്നിൽ വന്ന് നിൽക്കുന്നു. ശ്രീരാമ, എല്ലാ ഭാരവും നീ ഏറ്റെടുത്തോണേ, കാത്തോണേ. ഈശ്വര, ആരോ വരുന്നുണ്ടല്ലോ. വാതിൽ തുറന്ന് തീർന്നു. വൈദേഹി, വൈദേഹി, വൈദേഹി. അയ്യോ, ഞാൻ കുളിക്കാണല്ലോ. ആരാ അത്? ഞാൻ ഊർമിളയാ. പെട്ടെന്ന് കുളിച്ചിട്ടൊന്ന് പുറത്തേക്ക് വന്നേ. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവർക്ക് വേറെ പണിയില്ല. ഈ വീട്ടിലെ ശൂർപ്പണയാണല്ലോ ഇത്. ഇവരെങ്ങാനും ഇനി ഇവിടെ വെച്ച് കണ്ട് വൈദേഹി ഇതിനെ പൂജയ്ക്കരുതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും?
ഊർമിള ചേച്ചി താഴേക്ക് വന്നില്ലല്ലോ. ശ്രേയൻ അവരെ കണ്ടു കാണൂ. ഓം കർപ്പൂര പരിമള ശോഭിത മംഗള നീരാജനം സമർപ്പയാമി. രമാ സത്യനാരായണ സ്വാമിനേ നമഃ. അങ്ങനെ പഞ്ചമോധ്യായ സത്യനാരായണ സ്വാമികളുടെ 5 കഥകളും സമാപ്തമായിരിക്കുന്നു. ഇപ്പോ മഹാമംഗളഹാരതി. ഓം ശ്രീ. എല്ലാരും എഴുന്നേറ്റ് നിന്നുള്ളുക. ഓം ശ്രീ കാന്തായ കല്യാണ നിധേ നധേർ. ഓം കർപ്പൂര പരിമള ശോഭിത മംഗള നീരാജനം സമർപ്പയാമി. രമാ സത്യനാരായണ സ്വാമിനേ നമഃ.